ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറഞ്ഞ ദിക്റുണ്ടല്ലോ, ആ ഒരു ദിക്റ് ഒരു 313 തവണ ഈ റഹ്മത്തിന്റെ 10 തീരുന്നതിന്റെ മുമ്പ് തന്നെ ചൊല്ലി തീർക്കാൻ നിയത്ത് ചെയ്താല് 9 നാളെ 10, നാളത്തെ മഗ്രിബോട് കൂടെ തീർന്നു. അപ്പൊ എന്ത് ചെയ്യാ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എനിക്ക് രക്ഷപ്പെടാനും അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് ഇന്നെ പൊതിയാനും നിങ്ങളെ കരളിന്റെ കഷ്ണമായി എനിക്കെന്തെങ്കിലും പറഞ്ഞു തരൂന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കരളിന്റെ കഷ്ണത്തിന് പറഞ്ഞു കൊടുത്തതാണ്, നീ ചൊല്ലിക്കോ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വലാ തകിൽനി ഇലാ തുർഫത ഐൻ എന്നുകൂടെയുണ്ട് ചില റിവായത്തിൽ. ഏതായാലും ഇതിപ്പോ എല്ലാവർക്കും അറിയില്ലേ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നെല്ലാവരും പറഞ്ഞേക്ക്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അതൊരു 313 തവണ ഒന്ന് നിയ്യത്ത് ചെയ്യല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാ റഹ്മത്തും കിട്ടാൻ വേണ്ടി നിയ്യത്ത് ചെയ്തേക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒപ്പം നമ്മളെ മക്കളെ മനസ്സിലും റഹ്മത്ത് ഉണ്ടാകാം നിയ്യത്ത് ചെയ്തേക്ക്. നമ്മളെ മക്കളെ മനസ്സിൽ റഹ്മത്ത് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ.